26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഓണനാളുകളുടെ വരവറിയിച്ച് പൂക്കളും പൂവിളികളുമായി കേരളക്കര മാവേലി ഓർമ്മകളിലേക്ക്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ തുടക്കം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനിയിൽ തയ്യാറാക്കിയ അത്തം നഗറിൽ രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ അത്താഘോഷം ഉദ്ഘാടനം ചെയ്തു. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കണമെന്നും അത്തച്ചമയം നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരുമ വിളിച്ചോതുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നാലെ നടൻ ജഗദീഷും മന്ത്രി അനൂപ് ജേക്കബും ചേർന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ആവേശത്തിന്റെ കൊടിയേറ്റത്തിൽ നാടൊന്നാകെ അത്തച്ചമയത്തിന് പിന്നാലെ അണിനിരക്കുകയാണ്. മേളവും താളവുമായി കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ വീഥികളിൽ വിസ്മയം തീർക്കുന്നു. ചെറുമഴ മാറി നിന്ന തെരുവുകളിൽ ആഹ്ലാദ തിമിർപ്പിലാണ് ജനങ്ങൾ. കൊച്ചി രാജഭരണകാലത്തെ പ്രതാപം ഓർമ്മിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും വാദ്യഘോഷങ്ങളും കാണാൻ പതിനായിരങ്ങളാണ് തൃപ്പൂണിത്തുറയിലേക്ക് ഒഴുകിയെത്തുന്നത്. അത്തം നഗറിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ബസ് സ്റ്റാൻഡ് റോഡ്, സ്റ്റാച്യു, കിഴക്കേക്കോട്ട, SNN ജംഗ്ഷൻ, വടക്കേക്കോട്ട, പൂർണ്ണത്രയീശ ക്ഷേത്രം റോഡ് വഴി നഗരം ചുറ്റി അത്തം നഗറിൽ തന്നെ സമാപിച്ചു. ഘോഷയാത്രയ്ക്ക് പുറമെ വിപുലമായ ആഘോഷ പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. സിയോൺ ഓഡിറ്റോറിയത്തിൽ അത്തപ്പൂക്കള മത്സരവും വൈകിട്ട് 3 മണി മുതൽ പൂക്കളങ്ങളുടെ പൊതു പ്രദർശനവും ഉണ്ടാകും. വൈകുന്നേരം ലായം കൂത്തമ്പലത്തിൽ കലാസന്ധ്യയ്ക്ക് തിരശ്ശീല ഉയരുന്നതോടെ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമാകും. വരും ദിവസങ്ങളിലും പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ പരിപാടികൾ അരങ്ങേറും. ഈ മാസം 25-നാണ് ആഘോഷങ്ങൾക്ക് തിരിതാഴുന്നത്. നന്മയുടെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ വലിയ സന്ദേശം എവിടെ നിന്ന് ഉയരുന്നു എന്ന് ചോദിച്ചാൽ അത് തൃപ്പൂണിത്തുറ
അത്ത നഗറിൽ നിന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. നമ്മളെല്ലാവരും പല കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരുമിച്ച് വരാറുള്ളവരാണ്. അത് തന്നെ ഈ ഒരു ഒത്തുചേരലിൻ്റെ പ്രത്യേകതകളിലൊന്നായി നിൽക്കുന്നു. ഈ അത്ത ദിവസം വലിയൊരു ഓണസമ്മാനമാണ് നമുക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറയെ പൈതൃക നഗരമായി ഉയർത്തുക എന്ന സുപ്രധാനമായ തീരുമാനം അദ്ദേഹം ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് അത് നോക്കിക്കാണാൻ കഴിയുന്നത്. തൃപ്പൂണിത്തുറയുടെ ഒരു പൈതൃക നഗരം എന്ന ആ ഒരു വികസനം അത് തീർച്ചയായിട്ടും ഒരു MLA എന്ന നിലയിൽ എനിക്കും ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. കാരണം തൃപ്പൂണിത്തുറ ഹിൽ പാലസിന്റെ പൈതൃക നഗര പട്ടികയിൽ ആ ഒരു പ്രദേശവും കൂടി ഉൾക്കൊള്ളുന്നു എന്നത് MLA എന്ന നിലയിലുള്ള ഒരു വ്യക്തിപരമായ സന്തോഷവും ഇവിടെ പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രതിപാദിച്ചതുപോലെ പലപ്പോഴും നമ്മുടെ അത്തരത്തിലുള്ള പഴമയുള്ള ചരിത്രമുറങ്ങുന്ന പല കെട്ടിടങ്ങളും ഇന്ന് നാമാവശേഷമായിരിക്കുകയാണ്. അതൊക്കെ പലപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മൾ ചരിത്രത്തോട് ചെയ്യുന്ന വലിയ അനീതിയും വരുന്ന തലമുറയോട് ചെയ്യുന്ന അനീതിയുമാണ്. ഇതൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കാനും പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മുടെ പൂർവികർ പകർന്നു തന്നാണല്ലോ നമ്മൾ ഇന്ന് ആഘോഷത്തോടെ കൊണ്ടുപോകുന്നത്. അതേ അർത്ഥത്തിൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഇതിനെല്ലാം പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അതിനെ നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ്. അത് ഗവൺമെന്റ് അക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനവും മുൻകൈയും എടുക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. ഹിൽ പാലസിന്റെ നവീകരണം വിവിധ ഘട്ടങ്ങളിലൂടെ നടത്തുന്നു എന്നത് വസ്തുതയാണെങ്കിൽ പോലും അതിന്റെ ആ ഒരു പൂർണ്ണ ശോഭയിൽ അത് ഉയർത്തിക്കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന മ്യൂസിയങ്ങളിൽ ഒന്ന് ഹിൽ പാലസ് ആണ്. ഏറ്റവും കൂടുതൽ വിദേശികളടക്കം സ്വദേശികളും ഉത്തരേന്ത്യക്കാരും അടക്കം അനവധി പേർ കടന്നു വരുന്നൊരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഡിസ്പ്ലേ ഒക്കെ അതിൻ്റെ വിവിധ പ്രദർശനങ്ങളുടെ ഡിജിറ്റൽ ഡിസ്പ്ലേയും അടക്കം ഒരുപാട് ആധുനികവൽക്കരണത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അതിന് കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായുള്ള മാറ്റങ്ങൾ അവിടെ എത്തണം. പൈതൃക നഗരം എന്ന നിലയിൽ തൃപ്പൂണിത്തുറ കടന്നു വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഹിൽ പാലസ് തൊട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലെയും സമഗ്രമായ നവീകരണവും പുരോഗതിയും അക്കാര്യത്തിൽ വരുവാൻ കഴിയും. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് ആവശ്യം. അത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MLAയും മുനിസിപ്പൽ കമ്മിറ്റിയും ഒക്കെയായി കൂടി ആലോചിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉടനെ തന്നെ നമുക്ക് രൂപീകരിച്ച് അതിനകത്ത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വേണം. കാരണം അതിനകത്ത് ഏതൊക്കെ നിലയിലുള്ള ആശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും കൂടി വരണം. അങ്ങനെ ആശയങ്ങളെ സംയോജിപ്പിച്ച് നമുക്ക് ഏറ്റവും മികച്ച നിലയിലുള്ള ഒരു പൈതൃക കേന്ദ്രത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയും എന്ന ആ ഒരു സന്തോഷവും ഞാനിവിടെ പങ്കുവെക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും അത്തം ദിവസത്തിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Subscribe to One India and never miss an update.